ഡേയ്സിനെ കുറച്ചുകൂടി ഒരു ചൈൽഡ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ കാണിക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. സക്കാമോട്ടോ ഡേയ്സ് ചൈൽഡ് ഫ്രണ്ട്ലി ഒരിക്കലും ആവത്തില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോ മനസ്സിലാവും. ചൈൽഡ് ഫ്രണ്ട്ലി എന്നുള്ളതല്ല, എന്ന് വെച്ചാൽ ഗ്ലോബൽ ഓഡിയൻസിന് വരുമ്പോഴത്തേക്ക് റെഗുലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആര് കാണുന്നു എന്നുള്ളത്, എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് പ്രൈമറി സംഭവം. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഒരുപാട് അതിനെ ഗോറി അഗ്രസീവ് സാധനമാക്കി പ്രതീക്ഷിക്കാൻ പറ്റും. വൺ പീസ് പോലെ മറ്റേ 4 കിഡ്സോ അങ്ങനെ കണ്ടൊരു സംഭവം. അത് പോട്ട് 4 കിഡ്സും പോട്ട്, ഇതെങ്ങാനും ചൈനയിലാണ് ഇറക്കിയതെങ്കിൽ ആലോചിച്ച് നോക്ക്, വെറുത്തേനെ. ഈ 4 കിഡ്സ് എഡിഷൻ പോലത്തെ ഒരു സക്കാമോട്ടോ ഡേയ്സിന്റെ ഒരു 4 കിഡ്സ് എഡിഷൻ ഒന്നും ഇറക്കാൻ പറ്റൂല. ഇല്ല സി അങ്ങനെ ഇറങ്ങും എന്നുള്ളതല്ല. സക്കാമോട്ടോ ഡേയ്സ് അബ്രിഡ്ജ്ഡ് വേർഷൻ അല്ല, സെൻസേർഡ് ആയിരിക്കണം. പിന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ടൈലർ ചെയ്ത് പിള്ളേർക്കുള്ള രീതിയിലാക്കൂല. കാരണം അനിമേ ഓഡിയൻസ് ഇപ്പൊ ഭയങ്കര ജനറിക് ആണ്. ഒരു കൊമേഴ്ഷ്യൽ മൂവി എങ്ങനെ ഇറക്കുന്നു, അത് ആൾക്കാർ എങ്ങനെ കാണുന്നു, സെയിം ഓഡിയൻസ്. നമ്മളിപ്പം വളർന്നപ്പോഴല്ലേ ഇത്ര ആയത്, അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് മെയിൻ സ്ട്രീം ആയിട്ട് കൊണ്ടുവരാനുള്ള കോൺഫിഡൻസ് ആയത് ഇപ്പോഴല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ക്യാപിറ്റലൈസ് ചെയ്യണത്. അതിപ്പം എന്റെ അടുത്തൊരു മെയിൻ പ്രൈമറി കൺസേൺ, ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റാണ്, ലൈക്ക് വലിയ മാർക്കറ്റാണ്, ഇഷ്ടംപോലെ ആൾക്കാർ